ഞാൻ ഉണർന്നിരിക്കും. അങ്ങനെക്ക് പകർന്നു വന്ന ഈ സത്യം 1000 തീക്കോളങ്ങളായി ജനങ്ങളിലേക്ക് ശാസ്ത്രബോധത്തിന്റെ തിരിനാളങ്ങളായി അത് തലമുറകളിലേക്ക് പടരും. കത്തിജ്വലിക്കുന്ന പന്തം നിന്നിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങി. അറിവിന്റെ ഉറവായ കൊള്ളും വെളിച്ചം നിന്നിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങി. കത്തിജ്വലിക്കുന്ന പന്തം നിന്നിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങി. അറിവിന്റെ ഉറവായ കൊള്ളും വെളിച്ചം നിന്നിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങി. ഇളകാത്ത തറയല്ലൊടുങ്ങാത്ത വഴിയാണ് ശാസ്ത്രബോധം എന്ന നേരറിഞ്ഞു. ഇളകാത്ത തറയല്ലൊടുങ്ങാത്ത വഴിയാണ് ശാസ്ത്രബോധം എന്ന നേരറിഞ്ഞു. സംശയിക്കാൻ എതിർക്കാൻ ഉറക്കെ ചോദിക്കുവാനും കരുത്തു നേടി. സംശയിക്കാൻ എതിർക്കാൻ ഉറക്കെ ചോദിക്കുവാനും കരുത്തു നേടി. കത്തിജ്വലിക്കുന്ന പന്തം നിന്നിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങി. അറിവിന്റെ ഉറവായ കൊള്ളും വെളിച്ചം നിന്നിൽ നിന്നും ഞങ്ങൾ ഏറ്റുവാങ്ങി. ജനുവരി ആരോരും കൂടെയില്ലാതെ തീർത്തും അന്ധനായി അന്ത്യദിനങ്ങൾ തള്ളി നീക്കി ഗലീലിയോ ഏകാന്ത വീട്ടുതടങ്കലിൽ കിടന്നു തന്നെ മരിച്ചു. 1822 ഗലീലിയോയുടെ 2 പ്രപഞ്ച വ്യവസ്ഥകളെക്കുറിച്ചുള്ള സംവാദം എന്ന ഗ്രന്ഥം വിലക്കപ്പെട്ട ഗ്രന്ഥങ്ങളുടെ പട്ടികയിൽ നിന്ന് ക്രൈസ്തവ സഭ നീക്കം ചെയ്തു. സൂര്യകേന്ദ്ര സിദ്ധാന്തം ശരിവെച്ചു. 1992 ഒക്ടോബർ 31 ഗലീലിയോയോട് കാണിച്ച അനാദരവിനും തെറ്റുകൾക്കും ക്രൈസ്തവ സഭ മാപ്പ് പറഞ്ഞു. ശാസ്ത്രത്തെയും അതിന്റെ കണ്ടെത്തലുകളെയും സഭ ഇന്ന് അംഗീകരിക്കുന്നു. ലോക ചരിത്രത്തിൽ വിജ്ഞാനാന്വേഷണത്തിന്റെ നാമ്പുകളെ യാഥാസ്ഥിതികത്വം അടിച്ചമർത്തിയതിന്റെയും സ്വന്തം നിലപാടുകൾ സമൂഹത്തിനുമേൽ അടിച്ചേൽപ്പിച്ചതിന്റെയും ഉദാഹരണങ്ങൾ എല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്.